പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഞായറാഴ്ച. 2024 8-ാം മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. 2 സാമുവേൽ ചാപ്റ്റർ 5 വേഴ്സ് 7 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അത് തന്നെ ദാവീദിന്റെ നഗരം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എന്നിട്ടും ആ തുടക്ക വാക്യത്തിന് വലിയ വിലയുണ്ട്, അർത്ഥമുണ്ട്, ആഴമുണ്ട്. എന്നിട്ടും എന്നുള്ള ആ അനുസ്വാരം എത്രയോ ശക്തമായ ഒരു ഉറപ്പിന്റെ, ദൈവിക നിർണയത്തിന്റെ, ദൃഢനിശ്ചയത്തിന്റെ ബഹിർസ്ഫുരണമാണെന്ന് നാം ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതാ, ശൗൽ മരിച്ചു. ഇസ്രയേലിന് അടുത്ത ഒരു രാജാവിനെ ആവശ്യമാണ്. ശൗലിന്റെയും ദാവീദിന്റെയും കുടുംബങ്ങൾ തമ്മിൽ ദീർഘമായ പോര് നടന്നു. അങ്ങനെ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഇസ്രയേലിന്റെ ഗോത്രങ്ങളും ഗോത്രപിതാക്കന്മാരും വന്നിട്ട് പറഞ്ഞു, ശൗൽ രാജാവായിരുന്നപ്പോഴും നീ തന്നെ ആയിരുന്നു ഇസ്രയേൽ ജനത്തെ നയിച്ചത്, പരിപാലിച്ചത്, യുദ്ധങ്ങൾ നിയന്ത്രിച്ചത്. മാത്രമല്ല, സ്വർഗത്തിലെ ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നീ ഇസ്രയേലിന് പ്രഭുവായിരിക്കുമെന്ന്. അതുകൊണ്ട് നീ രാജാവാകണം. അങ്ങനെ ദാവീദ് ഇസ്രയേൽ ജനതയുമായി, ഗോത്രപിതാക്കന്മാരുമായി ഉടമ്പടി ചെയ്ത് ഹെബ്രോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ ദാവീദ് ഇസ്രയേലിന്റെ 2-ാമത്തെ അഭിഷിക്തനായ രാജാവായി ദൈവം നിയോഗിച്ചു. അങ്ങനെ തന്റെ ഭരണകാലം തുടങ്ങി ആദ്യത്തെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ സിയോൻ കോട്ടയിലേക്ക് യാത്രയാകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള പുറപ്പാടായപ്പോൾ അവിടെ പിടിച്ചടക്കി വാണിരുന്നത് യെബൂസ്യരാണ്. അപ്പോൾ യെബൂസ്യർ ഒരു വലിയ തന്ത്രം പ്രയോഗിക്കുകയാണ്. ദാവീദിന്റെ മനസ്സ് മടുപ്പിച്ച് സിയോൻ കോട്ടയിലോട്ട് വരാതെ ഹെബ്രോനിൽ തന്നെ തുടരുവാൻ യെബൂസ്യർ പറഞ്ഞു, നിനക്കിത് പിടിക്കുവാൻ കഴിയുകയില്ല, നിനക്കിങ്ങോട്ട് കടക്കുവാൻ പോലും കഴിയുകയില്ല. നീ ഇങ്ങോട്ട് കടക്കാതിരിക്കത്തക്കവണ്ണം നിന്നെ തടുക്കുവാൻ ഞങ്ങളുടെ ഇവിടുത്തെ കുരുടരും മുടന്തരും തന്നെ ധാരാളം മതി. ചുരുക്കത്തിൽ, ദാവീദേ, നീ ഇസ്രയേലിന്റെ 2-ാമത്തെ വലിയ രാജാവൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ ചെറിയ സിയോൻ കോട്ട പിടിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. നിന്നെ തോൽപ്പിക്കാൻ യെബൂസ്യരായ ഞങ്ങളുടെ പട്ടാളത്തിനോ കാലാൾപ്പടയോ ഒന്നും ആവശ്യമില്ല.
ഞങ്ങളുടെ വയ്യാത്ത അംഗഹീനരായ മുടന്തരും കുരുടരുമായ വെറും സമൂഹത്തിന്റെ ഏറ്റവും ക്ഷീണാവസ്ഥയിൽ കഴിയുന്നവർ മാത്രം മതി നിന്നെ ബ്ലോക്ക് ചെയ്യുവാൻ, തരപറ്റിക്കുവാൻ, നിനക്ക് ഇങ്ങോട്ട് കടക്കുവാൻ കഴിയുകയില്ല. ഈ ഒരു വലിയ തന്ത്രം ദാവീദിന് നേരെ പ്രയോഗിച്ചു. ഇനിയും നമുക്ക് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. ദൈവജനമേ, ഒരു ദൈവ പൈതൽ മുൻപോട്ട് കുതിക്കുമ്പോൾ, അവന്റെ ജീവിതയാത്ര ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ നിയോഗത്താൽ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, നമുക്കെതിരെ പല തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ അനേകർ പ്രയോഗിക്കും. നമ്മുടെ മനസ്സ് മടുപ്പിക്കുവാൻ, നമ്മുടെ വളർച്ച പിടിച്ചുകെട്ടുവാൻ, നമ്മുടെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി, അവരുടെ വിവാഹം, കുടുംബജീവിതം, അവരുടെ കരിയറിന്റെ വളർച്ച, അവരുടെ ജീവിതത്തിൽ തുടങ്ങി വെക്കുന്ന പലതും മുരടിച്ചു കളയുവാൻ, തകർത്തെറിയുവാൻ, കശക്കിക്കളയുവാൻ ശത്രു യെബൂസ്യര് പ്രയോഗിച്ചതുപോലെ പല തന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിക്കും. എന്നാൽ ഒരു ദൈവ പൈതൽ അവയൊന്നും കേട്ട് പിന്തിരിഞ്ഞു പോകാതെ ദാവീദിനെ പോലെ, എന്നിട്ടും ഇത്രയും ദാവീദിനെ കുറച്ച് കണ്ട് വെറും ഹീനമായി പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ദാവീദേ, ഞങ്ങളുടെ കുരുടന്മാരും മുടന്തന്മാരും വിചാരിച്ചാൽ നിന്നെ തോൽപ്പിക്കാനുള്ളതേ ഉള്ളൂ, നീ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ പുച്ഛിച്ച് തള്ളുക എന്ന് പറയുമ്പോൾ, ഇവരുടെ കുരുടന്മാരും മുടന്തന്മാരും എന്നെ തടയുവാൻ തക്കവണ്ണം അത്ര ശക്തരാണെങ്കിൽ, ഇവരുടെ മറ്റ് കാലാൾപ്പെട, കുതിരപ്പെട ഞാൻ എങ്ങനെ അതിജീവിക്കും എന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് ഇറങ്ങാതിരിക്കും. ഇത് ശത്രുവിന്റെ രണ്ടാമത്തെ തന്ത്രമാണ്. നമ്മളെ പലതും പറഞ്ഞ് ഭയപ്പെടുത്തുക, നിരുത്സാഹപ്പെടുത്തുക, നമ്മുടെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ അനാവശ്യമായ പ്രൊപ്പഗണ്ടകൾ ഇറക്കി നമ്മളെ വഴിയിൽ തടയുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ പലവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ച് നിങ്ങളെ പിടിച്ചു കെട്ടുവാൻ, അനാവശ്യ ഭയനിഴൽ നിങ്ങൾക്കെതിരെ ചൊരിഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തി തകർക്കുവാൻ, പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ യെബൂസ്യർ പ്രയോഗിച്ചിട്ടും എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ഇന്നും ഡേവിഡ് സിറ്റി, ദാവീദിന്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധ നാട് സന്ദർശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഡേവിഡ് സിറ്റി, ഡേവിഡ് ടോം, അതുപോലെ തന്നെ മാളികമുറി, ഇവയൊക്കെ കുടികൊള്ളുന്നത് ഈ അനുഗ്രഹിക്കപ്പെട്ട ഡേവിഡ് സിറ്റിയിലാണ്, ദാവീദിന്റെ നഗരത്തിലാണ്. ഇതാണ് ദാവീദ് പിടിച്ചടക്കി അവിടെ പിന്നീടുള്ള കാലം വാണരുളുവാൻ ഇടയായത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ, പിന്തിരിപ്പിക്കുവാൻ പല വിധത്തിൽ ശത്രു പല പ്രയോഗങ്ങൾ നടത്തിയെന്നിരിക്കാം. അത് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ദുഷ്പ്രചരണങ്ങൾ കൊണ്ട്, പല വിധത്തിലുള്ള വ്യക്തികളെ ഉപയോഗിച്ച് നമുക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിക്കാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഇതൊന്നും കണ്ട് ഭയപ്പെട്ട്, ചഞ്ചലിച്ച്, പേടിച്ച്, കരഞ്ഞ്, സങ്കടപ്പെട്ട്
പിന്തിരിഞ്ഞു പോകരുത്, പിന്മാറരുത്. പ്രാർത്ഥനയോടെ മുൻപോട്ട് വെച്ച കാൽ മുൻപോട്ട് പോയാൽ ദാവീദിനെ പോലെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ധന്യമായ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നത്തെ വാഗ്ദത്ത വചനം മറന്നു പോകരുത്. എന്നിട്ടും അതെ, ഇന്ന് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരി, സഹോദരങ്ങളെ, നിങ്ങൾ പലതും കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങൾ നിർജീവമാകുന്നത്, ഒരു ചുവട് മുൻപോട്ട് വെക്കുവാൻ പറ്റാതെ വണ്ണം നിങ്ങൾ വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി. നിങ്ങളുടെ ഊർജം ചോർന്നു പോയി, നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയി, നിങ്ങളുടെ ഉന്മേഷം ശുഷ്കിച്ചു പോയി. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? പാടില്ല, ഒരിക്കലും പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേട്ടിട്ടും എന്നിട്ടും ദാവീദ് പുറപ്പെട്ടു, സിയോൻ നഗരം പിടിച്ചടക്കി. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ചിലത് പിടിച്ചടക്കുവാനുണ്ട്. ശത്രുവിന്റെ ആക്രോശം കേട്ട് പേടിച്ച് പിന്മാറേണ്ടവരല്ല നാം. പ്രാർത്ഥനയോടെ മുന്നേറുക, വിജയം സുനിശ്ചയമാണ്. അവിടെ ദാവീദിന്റെ കോട്ടയായി ഇന്നും അറിയപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മയും ദൈവം വിജയ സോപാനത്തിലെത്തിച്ച് വിജയക്കൊടി പാറിക്കുവാൻ മതിയായവനാ. ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും ഈ നിലയിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ മാനിക്കട്ടെ. നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ട നിങ്ങളുടെ സംരംഭങ്ങൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ, പഠനങ്ങൾ, ജോലികൾ, ഭവന പണികൾ, തീരുമാനങ്ങൾ പ്രാർത്ഥനയോടെ, ദൈവിക ആലോചനയോടെ തികച്ചും ശക്തമായി മുൻപോട്ട് പോകുക. നിശ്ചയമായും തമ്പുരാൻ കൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് വിജയ തീരത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2024 8-ാം മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനം അങ്ങയുടെ വചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ചുറ്റും പിശാച് പലതരത്തിൽ വെല്ലുവിളി ഉയർത്തുമ്പോൾ, നിന്ന പകരുമ്പോൾ, ഞങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കുമ്പോൾ, ഞങ്ങൾ അവയിലൊന്നും വീണുപോകാതെ ദാവീദിനെ പോലെ എന്തെല്ലാം കേട്ടിട്ടും എന്നിട്ടും ദാവീദ് മുന്നേറി യെബൂസ്യരെ തോൽപ്പിച്ച് സിയോൻ കോട്ട പിടിച്ചെടുത്ത് തന്റെ പട്ടണമായതിനെ മാറ്റിയെങ്കിൽ ഞങ്ങളുടെ ശത്രുവിനെ നിശേഷം ഇല്ലാതാക്കി ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ഇതിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം, സ്വർഗീയ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി കർത്താവിനെ സേവിച്ച് ആരാധിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ദാവീദിന് മുമ്പിൽ ശത്രു എറിഞ്ഞ ഒരു തന്ത്രവും ഭയത്തിൻ്റെതായ ഭയപ്പെടുത്തുന്നതായ വാക്കുകളും ഏറ്റില്ല. ഇവയൊക്കെ മുൻപിലുള്ളപ്പോഴും ദാവീദ് മുൻപോട്ട് പോയി, വിജയം നേടി, തന്റെ നഗരമാക്കി അതിനെ മാറ്റി. നമ്മുടെ മുമ്പിലുള്ള ഏത് എരിഹോ കോട്ടയും ചെങ്കടലിനെയും യോർദാനെയും നിശ്ചയമായും നാം വിഭജിക്കും, നാം ഭേദിക്കും. വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും വിജയത്തിന്റെ കൊടി നാം പാറിക്കും. പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ആരംഭിക്കുക.
നിങ്ങളെ സർവശക്തനായ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിച്ച് വഴി നിർത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.